മെഡിക്കൽ കോളേജുകളിൽ കേരളത്തിലെ മിക്ക മെഡിക്കൽ കോളേജിലും ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം മുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും യാതൊരു കുലുക്കവുമില്ല ആരോഗ്യ വകുപ്പിന്. ഒരിടപെടൽ പോലും ആരോഗ്യവകുപ്പ് നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. രജനി, കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നമ്മൾ പങ്കുവയ്ക്കുന്ന വാർത്തയാണ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. അതുപോലെ സമാനമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെയും പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഇനി മുതൽ അത്ര ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 49 കോടിയോളം രൂപയാണ് ചെറു ശസ്ത്രക്രിയാ സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങിയ ഇനത്തിൽ ആരോഗ്യ വകുപ്പ് ഇത്തരത്തിൽ നൽകേണ്ടിയുള്ളത്. മെഡിക്കൽ കോളേജിൽ മാത്രം യൂറോളജി വിഭാഗത്തിൽ 200ഓളം ശസ്ത്രക്രിയകളാണ് ഇത് കാരണം മുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റെൻഡുകൾ വാങ്ങാനുള്ള തുക അനുവദിക്കാത്ത. നമുക്കറിയാം, ഓരോ രക്തക്കുഴലിനും ഓരോ അളവും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെൻഡുകളുമാണ് ആവശ്യം. അപ്പോൾ ഓരോ ആശുപത്രി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത അളവിലുള്ള സ്റ്റെൻഡുകൾ ആവശ്യമാണ്. അപ്പോൾ അത് എത്രയാണോ സ്റ്റെൻഡുകൾക്ക് കുറവുണ്ടാകുന്നത് അത്രയും തന്നെ സ്റ്റെൻഡുകൾ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിലവിലിപ്പോൾ ഈ 49 കോടിയോളം രൂപയാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങിയ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഡിസംബർ മുതലുള്ള കുടിശ്ശിക നൽകി തീർത്താൽ മാത്രമേ അത്യാവശ്യ സാധനമെങ്കിലും വിതരണം ചെയ്യാൻ സാധിക്കൂ എന്ന് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജുകളെ ഈ സർക്കാർ സ്ഥാപന ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ ഡിസംബർ മുതൽ ഇപ്പോൾ ഏതാണ്ട് 4 മാസം പിന്നിടുകയാണ്. ഈ 4 മാസം പിന്നിട്ടിട്ടും ഈ തുക നൽകാത്തത് ഒരുപക്ഷെ സാധാരണക്കാരായ രോഗികളെ കൂടി വലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്റ്റെൻഡുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ കുറവ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കുറവുകൾ പരിഹരിക്കാതെ ഒരുപക്ഷെ ശസ്ത്രക്രിയകളൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. മരുന്ന് വിതരണത്തിന് സമാനമായി തന്നെ ഈ ആശുപത്രിയിലെ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മുടങ്ങുന്നതും സാധാരണക്കാരനായ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, കാത്ത് ലാബുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കാത്ത് ലാബുകളിലും സമാനമായ രീതിയിൽ തന്നെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇതുമായി സംബന്ധപ്പെട്ട വാർത്തയൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ ധനവകുപ്പ് ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിന് ഒരു കാരുണ്യം കാണിക്കാത്തതാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാരുണ്യ പദ്ധതികൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയാ സാധനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് 1000 കോടിയിലധികം രൂപ മരുന്ന് വിതരണത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് അറിയാം ആരോഗ്യ വകുപ്പിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാരുണ്യ പദ്ധതിക്കും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് തുക ലഭിക്കേണ്ടതുണ്ട്. ശസ്ത്രക്രിയാ സാധനങ്ങൾ അതുമായിട്ട് അനുബന്ധ സാധനങ്ങളുമായി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട 108 കോടിയിലധികം രൂപയാണ്. ഏതായാലും ഇതാണോ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഈ മിക്ക മെഡിക്കൽ കോളേജുകളിലും ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ പോലും ഇല്ലാതായിട്ട് നിലച്ചിട്ട് ദിവസങ്ങളായിരിക്കുന്നു. കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുകളില്ല, ഒരിടത്തും ആവശ്യമായ ഒരു സാധനങ്ങളും ഇല്ലാതായിട്ട് പോലും ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടലുകളൊന്നും നടത്തുന്നില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.